കൊല്ലത്ത് ആഭിചാരക്രിയയുടെ മറവിൽ 11-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജ സ്വാമിയെ പിടികൂടി. മുണ്ടക്കൽ സ്വദേശി ഷിനു ആണ് പിടിയിലായത്. കുട്ടിക്ക് മികച്ച വിജയം ലഭിക്കുന്നതിനായി സ്വാമിയെ സമീപിച്ചപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത്. കൊല്ലം നഗരഹൃദയത്തിലെ ആഭിചാര കേന്ദ്രത്തിൽ ഷിനു സ്വാമിയുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കപ്പെട്ടത് പ്രായമാകാത്ത പെൺകുട്ടി മുതൽ നിരവധി സ്ത്രീകളാണ്. പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ദുർമന്ത്രവാദി ഷിനു സ്വാമി പിടിയിലായതോടെയാണ് പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്തെത്തുന്നത്. പൂജാ മണ്ഡപവും ഭസ്മവും, 8 കൈയുള്ള പ്രതിഷ്ഠ, വിവിധ രൂപങ്ങൾ, ആരെയും ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷം, ഇതൊക്കെയാണ് മന്ത്രവാദ കേന്ദ്രത്തിലെ കാഴ്ച. അമ്മച്ചി വീടിന് സമീപത്തെ ഷിനുവിന്റെ മന്ത്രവാദ കേന്ദ്രത്തിലെത്തുന്നത് സമൂഹത്തിലെ ഉന്നതരടക്കമുള്ളവരാണ്. ഭർത്താവിനെ വശത്താക്കാൻ തുടങ്ങി ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ വരെയുള്ള കാര്യങ്ങളിൽ ഇവർ ഷിനു എന്ന ദുർമന്ത്രവാദിയെ തേടിയെത്തുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ടാണ് വന്നത്, ഫാമിലി പ്രോബ്ലം ആയിട്ടാണ് വന്നത്. പക്ഷേ ആദ്യം എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിലും പക്ഷേ എനിക്ക് ലൈഫിൽ അങ്ങനെയൊന്നും നടന്നില്ല. പിന്നെ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന വിഷയം സംബന്ധിച്ചല്ല ആളിങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ലൈംഗിക ചൊവ്വയോടെ തന്നെയാണ് സംസാരിച്ചത്. അയാൾ എനിക്ക് എല്ലാത്തിനും കൂട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആഭിചാരത്തിനായി എത്തിയ പെൺകുട്ടികളെ ഷിനു പല വിധത്തിലാണ് ദുരുപയോഗം ചെയ്യുന്നത്. ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കും. ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയുമായിരുന്നു ലൈംഗിക ചൂഷണം. സംഭവം വഷളാണെന്ന് തോന്നിയപ്പോൾ ഇറങ്ങി പോകാനുള്ള മാർഗം ഞാൻ നോക്കി. പക്ഷെ ആളെല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു. ഏകദേശം ശ്വാസം മുഖത്തടിക്കുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഡീപ്പായിട്ട്. എനിക്ക് പൂജയും മന്ത്രമൊക്കെ പേടിയുള്ളത് കൊണ്ട് എനിക്ക് തിരിച്ച് നല്ലോണം ഒന്നും പറയാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള രീതിയിലായിരുന്നു. ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ തനിക്ക് ആയുസ് കൂടുമെന്ന് ഇയാൾ പലരോടും പറഞ്ഞിരുന്നു. അപമാനഭാരത്താൽ വീട്ടിൽ പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും. വിശ്വാസത്തെ മുതലെടുത്തായിരുന്നു ആഭിചാര ക്രിയകൾ നടത്തിയത്. സഹായിയായ 5 സ്ഥിരം ജീവനക്കാർ എപ്പോഴും ഉണ്ടാകും. 1000 രൂപയും ഭക്ഷണവുമായിരുന്നു ജീവനക്കാരുടെ ദിവസവേതനം. പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടാൻ മന്ത്രവാദത്തിനെത്തിയ 11-കാരിയെ കടന്നുപിടിച്ച സംഭവത്തിൽ പോക്സോ നിയമപ്രകാരം ഷിനു പിടിയിലാകുമ്പോഴും ഇയാളുടെ ആഭിചാര ക്രിയ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.